നമസ്കാരം. നമ്മൾ ഗറാഷ്യൻ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ രണ്ട് തരം കാറ്റഗറി ഓൺടർപ്രണേഴ്സാണ് അവിടെ ഉള്ളത് എന്ന് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് സെൽഫ് എംപ്ലോയിഡ് ഗറാഷ്യൻസും ഗറാഷ്യൻ ബിസിനസ് ഓണേഴ്സും. ഇതിൽ സെൽഫ് എംപ്ലോയിഡ് ഗറാഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു മേജർ സെഗ്മെൻറ്റ് തന്നെയാണ്. മറ്റുള്ളവരുടെ കീഴിൽ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് എൻ്റെ ഒരു സ്കില്ല് എൻ്റെ ഒരു തൊഴിലാക്കി മാറ്റി ഞാൻ ആ തൊഴിൽ കൊണ്ട് ജീവിക്കുന്നു. അതല്ലെങ്കിൽ എന്നോടൊപ്പം കുറച്ച് പേരെയും കൂടി ചേർത്ത് ഞാൻ ഇപ്പോൾ അവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ ഗറാഷ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും. കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഏത് കസ്റ്റമറെ അവർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അവരുടെ വളർച്ചയ്ക്കൊക്കെ വളരെ പരിമിതികളുണ്ട്. അവിടെ കൂടെ നിൽക്കുന്നവർക്കും ആ പരിമിതികളൊക്കെ ബാധിക്കും. പിന്നെ അവരുടെ കസ്റ്റമേഴ്സും ആ പരിമിതികളൊക്കെ ഉള്ളവരായതുകൊണ്ട് അവർക്കത് ഒരു പ്രോബ്ലം അല്ല. പക്ഷേ ഒരു ഗറാഷ്യൻ ബിസിനസ് ഓണർ എന്ന് പറഞ്ഞാൽ അയാൾ അതിലേക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ബിസിനസ്സിലൂടെ അയാളുടെ ജീവിതം കെട്ടിപ്പടുക്കുകയും ഒപ്പം അയാൾക്ക് വളർച്ച ആഗ്രഹിക്കുകയും ഒപ്പം അവരുടെ കൂടെ നിൽക്കുന്നവരെ വളർത്തിയെടുക്കുന്ന ഒരു ഉത്തരവാദിത്വവും ബാധ്യതയും അയാൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ഗറാഷുകൾക്ക് കുറച്ച് വിട്ടുവീഴ്ച ചെയ്യുന്നതിന് വളരെയധികം പരിമിതികളുണ്ട്. ഒരിക്കലും ഒരു ഗറാഷ്യൻ ബിസിനസ് ഓണർ ഒരേ കാറ്റഗറിയിൽ നിൽക്കുന്ന സെഗ്ഗായിട്ട്, അതായത് സെൽഫ് എംപ്ലോയ്ഡ് ഗറാഷ്യനായിട്ട് മത്സരത്തിന് പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമ്മുടെ GBOസിനായിരിക്കും മിക്കവാറും തകരാറുകൾ ഉണ്ടാകും. ഒരു കോർപ്പറേറ്റ് GBO ആണെങ്കിൽ ഒരു പക്ഷേ ഉണ്ടായിന്ന് വരില്ല. പക്ഷെ നമ്മുടെ മേഖലയിൽ അധികം കോർപ്പറേറ്റുകൾ കടന്നു വന്നിട്ടില്ല. പക്ഷെ ഞാനത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പലരും പറഞ്ഞു കോർപ്പറേറ്റുകളൊന്നും വരില്ല എന്ന്. തെറ്റിദ്ധാരണയാണ്. TVS കടന്നു വന്നു കഴിഞ്ഞു അല്ലേ. ഇതാണ് ലോകം. നമ്മൾ വിചാരിക്കുന്ന ആ കംഫർട്ട് നമ്മളെല്ലാവരും ഇപ്പോൾ സെഗ്ഗായാലും GBOs ആയാലും എല്ലാവരും നല്ല ഒന്നാം തരം കംഫർട്ട് സോണിൽ നിൽക്കുന്നവരാണ് നമ്മുടെ ഗറാഷ്യൻ മേഖല മുഴുവൻ. നിങ്ങൾക്ക് സെയില് കിട്ടാത്തയോ പണി കിട്ടാത്തയോ പ്രോബ്ലംസ് ഒന്നുമില്ല. നിങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന കുറേ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. അതിനെ ഫേസ് ചെയ്യാനും നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ അൾട്രാ കംഫർട്ട് സോണിലാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ വക ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഉള്ളൂ എന്നറിയാമെങ്കിൽ അത് വലുതാക്കി പറയുന്നത്. അപ്പോൾ GBOസിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്ന് നിങ്ങൾ വളരാൻ ശ്രമിക്കണം. നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾ മൂല്യം കൊടുത്തിട്ട് വേണം നിങ്ങൾ മത്സരം. അല്ലാതെ നിങ്ങൾ GBOസിനോട് സെഗ് കാറ്റഗറിയോട് മത്സരിക്കാനേ പോകരുത്. അത് നമ്മുടെ വളർച്ചയ്ക്ക് വളരെയധികം വിഘാതമായിരിക്കും.